ചേച്ചി നമ്മുടെ ഫോക്ക് സ്റ്റൈൽ മില്ലറ്റ് തീർന്നല്ലോ. ആഹാ, തീർന്നോ? അപ്പോ ആളുകൾക്ക് മില്ലറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായി തുടങ്ങിയല്ലേ? മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ ഇത് ഒരു സൂപ്പർ ഫുഡ് ആണെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണെന്നല്ലേ, അരിയേക്കാൾ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് മില്ലറ്റില്. അതുകൊണ്ട് തന്നെ ഇത് ഡൈജഷൻ എളുപ്പമാക്കുന്നു. അത് കൂടാതെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിന് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാനും ഡയബറ്റിക് പേഷ്യൻസിന് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാൽഷ്യം, മഗ്നീഷ്യം, അയൺ എല്ലാം അടങ്ങിയതാണ് മില്ലറ്റില്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, വെയിറ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള മില്ലറ്റ് ഒരു സൂപ്പർ ഫുഡ് തന്നെയല്ലേ? മില്ലറ്റ് പല ടൈപ്പ് ഉണ്ട്. അതായത് ലിറ്റിൽ മില്ലറ്റ്, ചാമ, ചാമേരി എന്നൊക്കെ പറയും. തിന, ഫോക്സ്റ്റൈൽ മില്ലറ്റ്, പിന്നെ പേൾ മില്ലറ്റ്, കമ്പ്, പിന്നെ ബേൺയാർഡ്, കുതിരവാലി, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഓരോ മില്ലറ്റിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. ഇനി മില്ലറ്റ് ഒക്കെ കൊണ്ട് എന്താ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുലാവ് ഉണ്ടാക്കാം, കഞ്ഞി ഉണ്ടാക്കാം, വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം. വെജിറ്റബിൾസ് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ്, ബിരിയാണി പോലുള്ള എന്ത് അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തും നമുക്ക് മില്ലറ്റ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഇനി ഗ്രീൻ ഫാം എപ്പോഴും നിങ്ങൾക്ക് പണി എളുപ്പമാക്കി തന്നിട്ടല്ലേ ഉള്ളൂ. നമുക്ക് മില്ലറ്റിന്റെ തന്നെ ഒരു കഞ്ഞിക്കൂട്ടുണ്ട്. അതായത് ഇതിനകത്ത് മില്ലറ്റുകളും പിന്നെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പൾസസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ചെറുപയർ, മുതിര, ഫെനുഗ്രിക്, അതായത് ഉലുവ, അതിൻ്റെ എല്ലാം കൂടി ചേർന്ന ഒരു മിക്സ് ആണ് ഈ വരുന്നത്. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് വേവിച്ച് കഞ്ഞി പോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. ഡയബറ്റീസുകാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഡയബറ്റീസുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമായിരിക്കും ഇതെന്ന് പറയണത്. പിന്നെ മില്ലറ്റിന്റെ തന്നെ നമുക്ക് പാസ്ത വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ പാസ്ത, നൂഡിൽസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അവർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. മില്ലറ്റിന്റെ പാസ്ത നമുക്ക് സാധാ നമ്മുടെ വൈറ്റ് സോസോ അല്ലെങ്കിൽ റെഡ് സോസ് പാസ്തയായിട്ട് തന്നെ ഉണ്ടാക്കാം. ഇതിൽ തന്നെ ഒരു സീസണിങ് വരുന്നുണ്ട്. അത് ബേസിക് സീസണിങ് ആണ്. വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മില്ലറ്റിന്റെ നൂഡിൽസ് വരുന്നുണ്ട്. ദോശ മിക്സ് ഉണ്ട്. ദോശ മിക്സ് ഒക്കെ നിങ്ങൾക്ക് 5 മിനിറ്റ്സിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദോശ മിക്സ് എന്ന് പറയണേ. അപ്പം മില്ലറ്റിന്റെ തന്നെ ഇത്രയധികം വെറൈറ്റികൾ ഗ്രീൻ ഫാബിലുണ്ട്. ഓർഡർ ചെയ്യാനായിട്ട് എല്ലാവരും ഗ്രീൻ ഫാബിന്റെ സൈറ്റിൽ നോക്കിയാൽ മതി. പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്. താങ്ക് യു. ബാക്കിയിരിക്കുന്നത് കിട്ടുന്നുണ്ടോ?